എല്ലാവർക്കും നമസ്കാരം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം ജെറമിയ 51:44 ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ബാബേലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ അവൻ്റെ വായിൽ നിന്ന് പുറത്തിറക്കും എന്നുള്ളൊരു വചനം നമ്മൾക്കിവിടെ കാണാം. ഇതുപോലെ തന്നെ ഇയ്യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോഴും ഇങ്ങനെ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു, അതവൻ ഛർദ്ദിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വചനങ്ങളൊക്കെ നമ്മൾക്കതിനകത്ത് കാണാം. ഇതിൻ്റെയൊക്കെ സാരാംശം നമ്മൾക്കറിയാം. നന്മകളെ, അതായത് ഇസ്രായേൽ മക്കളുടെ നന്മകളെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്ന ആ ഒരു അടിമത്ത ശക്തിക്കെതിരെയാണ് ദൈവം അവിടെ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അവനിൽ നിന്ന് അവനെ എന്താണോ വിഴുങ്ങിക്കളഞ്ഞത് അതിന് അവരുടെ വായിൽ നിന്ന് ഞാൻ പുറത്തിറക്കുമെന്നാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എന്താണ്, അവിടെ നമ്മൾക്കറിയാം ഇസ്രായേൽ മക്കൾ ബാബേൽ ബാബേൽ എന്ന് പറഞ്ഞാൽ ബാബേൽ പ്രവാസം, അവരുടെ മിസ്രൈമിൽ അടിമത്തമായിരുന്നു ഏറ്റവും വലുതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു വലിയ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് 70 വർഷത്തെ ബാബേൽ പ്രവാസം എന്ന് പറയും അല്ലേ. അപ്പോൾ ആ 70 വർഷത്തെ ബാബേൽ പ്രവാസത്തിൽ അവരുടെ സമ്പത്ത് മുഴുവൻ എന്താണ് വിഴുങ്ങിക്കളഞ്ഞു. അവരുടെ സമ്പത്ത്, ആരോഗ്യം, അവരുടെ നന്മകളെല്ലാം വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്ന ആ ഒരു ശക്തി, അതായത് ആ ഒരു അടിമത്തത്തിൻ്റെ ശക്തി, ആ ശക്തിക്കെതിരെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നീ വിഴുങ്ങിക്കളഞ്ഞതിനെ നിന്റെ വായിൽ നിന്ന് ഞാൻ പുറത്തിറക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലല്ല പണ്ട് തൊട്ടേ ഉണ്ട് ഈ കൈവിഷം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇന്ന് പലരും അതിനെ വിശ്വസിക്കുന്നൊന്നുമില്ല. ചിലർ പറയുമ്പോൾ അതൊക്കെ ചുമ്മാ അന്ധവിശ്വാസങ്ങൾ, അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ക്രിസ്ത്യാനിക്ക് അതൊന്നും ഏക്കത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ആ വഴിക്ക് പോകട്ടെ. എന്നാൽ ഞാൻ പറയുവാൻ പോകുന്നത്, നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഒരു കാസർഗോഡ് ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറി എന്തോ ആയിരുന്നു ഒരു വ്യക്തി, ആ ഒരു മനുഷ്യൻ, ഒരു പാവ മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ്റെ മകളെ ഒരു എന്താ പറയുക, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത്, ഒരു മുറി വൈദ്യൻ്റെ അടുത്ത് ചികിത്സിപ്പിക്കാൻ വേണ്ടി, നാഡി വൈദ്യൻ്റെ അടുത്ത് ചികിത്സിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ ചികിത്സിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി അവിടെ ചികിത്സയ്ക്ക് പോയതിന് ശേഷം എന്താണ്, ആ പെൺകുട്ടിയല്ല, 34 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ വീട്ടുകാരെ വേണ്ട, അവൾക്ക് എന്ത് വേണം, അവനെ മതി, ആ ഒരു മുറി വൈദ്യനെ മതി, അവൻ്റെ കൂട്ടത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളവും. ആ പെണ്ണ് ലൈവിൽ വരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ആ ഒരു പെണ്ണിൻ്റെ പേരൻസ് അവരവരുടെ നിസ്സഹായാവസ്ഥ, ആ ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ടൊക്കെ ഗദ്ഗതത്തോടെ ആ മനുഷ്യൻ പറഞ്ഞത്, അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് സങ്കടം വരും. അപ്പോൾ അവരുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടി അകപ്പെട്ടിരിക്കുന്ന വലിയ കെണി, അതായത് ആ മുറി വൈദ്യന് ഒരു ഭാര്യയുമുണ്ട്, 2 പിള്ളേരൊക്കെ ഉള്ളതാണ്. എന്നിട്ട് അവരെ കളഞ്ഞിട്ടാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പെണ്ണിനെ സ്വന്തമാക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫ്രോഡായിട്ടുള്ള, അവന് ഏതാണ്ട് മയക്കുമരുന്ന് കച്ചവടമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രോഡായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കരത്തിൽ നിന്നും തൻ്റെ മകളെ വിടുവിച്ചെടുക്കണം എന്നുള്ള ആ പിതാവിൻ്റെ ആ ഒരു നിലവിളി നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയതാണ്. അതിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. പ്രായമുള്ള ഒരു മനുഷ്യൻ, ശരിക്കും സങ്കടം തോന്നിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്നറിയുമോ? അപ്പോൾ അതിനകത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ആ പെണ്ണിനെ ഇനി ആര് ബ്രെയിൻ വാഷ് ചെയ്യാൻ പോയാലും ആ പെണ്ണിൻ്റെ തലയിലോട്ട് കയറത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇവനറിയാം ഇവളെ വശീകരിക്കുന്ന ഒരു സൂത്രം ഇവളുടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈ കൈവിഷം എന്ന് പറയുന്ന ഒരു സംഭവം ഈ പെണ്ണിൻ്റെ ഉദരത്തിൽ അവൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഇവൻ പറയുന്നത്. ഇവൻ പറഞ്ഞിട്ടുണ്ട് പോലും അവരോട്, ഞാൻ നിൻ്റെ മകളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അത്ര തറപ്പിച്ച് പറയണമെങ്കിൽ അവനറിയാം ഇവൻ്റെ ആ ഒരു ചുറ്റുവട്ടത്തിൽ നിന്ന് എങ്ങോട്ട് പോകത്തില്ല, ഇവള് പേരൻസിൻ്റെ അടുത്തോട്ട് ഇവളുടെ മനസ്സ് തിരിഞ്ഞു പോകത്തില്ലെന്നും ഇവനറിയാം. ആ ഒരു ഉറപ്പിലാണ് അവൻ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയൊക്കെ എന്ത് ചെയ്തത്, വെല്ലുവിളിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? കൈവിഷം. ഈ കൈവിഷം എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ അടിമയാക്കി കളയുന്ന ഒരു സ്പിരിറ്റാണത്. എന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡിൻ്റെ നിയന്ത്രണം ഈ പൈശാചിക ശക്തി ഏറ്റെടുക്കും. നമ്മൾ പിന്നെ ഇതിന് ഒരു അടിമയാകും. എന്ന് വെച്ചാൽ ആ ഒരു സ്പിരിറ്റ് നിയന്ത്രിക്കുന്നത് പോലെ മാത്രമേ നമ്മൾക്ക് മൂവ് ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ. അത് സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മളുടെ ആരോഗ്യത്തെ വിഴുങ്ങിക്കളയും, നമ്മളുടെ സൗന്ദര്യത്തെ വിഴുങ്ങിക്കളയും, നമ്മളുടെ കളറിനെ വിഴുങ്ങിക്കളയും, നമ്മളുടെ വിദ്യാഭ്യാസത്തെ വിഴുങ്ങിക്കളയും, നമ്മളുടെ ജോലിയെ വിഴുങ്ങിക്കളയും എന്ന് വേണ്ട, നമ്മളുടെ എവിടെയൊക്കെ നമ്മൾക്ക് നന്മകളുണ്ടോ അതിനെ മുഴുവൻ വിഴുങ്ങിക്കളയും. പ്രത്യേകമായിട്ട് നമ്മളുടെ ആത്മീയ ജീവിതത്തെ വിഴുങ്ങിക്കളയും, നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെ വിഴുങ്ങിക്കളയും. ഇങ്ങനെ പല വിധത്തിലും ഇത് പ്രവർത്തിക്കും എന്നുള്ളത് ഒരു വല്ലാത്ത യാഥാർത്ഥ്യമാണ് കേട്ടോ. എന്നാൽ ഇതിനെ അത്ര പെട്ടെന്നൊന്നും വെളിപ്പെടുത്തില്ല.
കൃപയുള്ളവർക്ക് ഇത് വെളിപ്പെട്ട് വരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് പലരുടെയും നമ്മൾ ഓർത്ത് നോക്കി ഒരു പരിധി വിട്ട് നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നമ്മളുടെ വിദ്യാഭ്യാസത്തിലാകട്ടെ, ജോലിയുടെ കാര്യത്തിലാകട്ടെ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാകട്ടെ, സൗന്ദര്യമാകട്ടെ, എന്തുമാകട്ടെ, കുടുംബജീവിതം, അങ്ങനെ എന്തുമാകട്ടെ, ഇത് ഒരു പരിധി വിട്ട് മുൻപോട്ട് വിടാതെ ഇതിങ്ങനെ എന്ത് ചെയ്യും, നമ്മളെ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് എത്ര കയ്യും കാലിട്ട് അടിച്ചാലും നമ്മൾക്ക് എന്ത് പറ്റത്തില്ല, നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് പറ്റത്തില്ല. നമ്മളുടെ ആത്മീയ ജീവിതത്തെ തകർക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ആദ്യം ഒരു ആത്മീയനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആത്മീയനെതിരെ ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യം ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. കാരണം പ്രാർത്ഥനയുടെ മുൻപിൽ ഇതിന് പിടിച്ചു നിൽക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ആദ്യം എന്ത് ചെയ്യും? ആത്മീയ ജീവിതത്തെ തകർത്ത് കളയും. അവർക്ക് ഈ മന്ത്രവാദം കൂടോത്രവും ഒക്കെ എന്താണ്? അത് നമ്മളുടെ ചിന്താമണ്ഡലത്തെ പുറത്തു നിന്ന് അറ്റാക്ക് ചെയ്യത്തേ ഉള്ളൂ. എന്നാൽ ഈ കൈവിഷം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളുടെ ഉള്ളിൽ കിടക്കും. ഉള്ളിൽ കിടന്നു കഴിഞ്ഞിട്ട് അത് കിടന്നിട്ട് ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ഭയങ്കര ഡേഞ്ചറാണ്. ചില രോഗങ്ങൾ, ചിലരുടെ രോഗങ്ങളുണ്ട്. ചില രോഗങ്ങൾ, എല്ലാം ഒന്നുമല്ല ഞാൻ പറയുന്നത്, ചില രോഗങ്ങൾ എത്ര ചികിത്സിച്ചാലും ഭേദമാകത്തില്ല. ചില മാരക രോഗങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കൈവിഷമായിരിക്കും. അത് നമ്മളെ അടിമയാക്കി കളയും. എന്ന് വെച്ചാൽ നമ്മൾക്ക് കൈവിഷം തരുന്ന വ്യക്തി ആരാണോ അവരുടെ അടിമയാക്കി കളയും. അവർ പൈശാചിക സ്പിരിറ്റിൻ്റെ അടിമയായതുകൊണ്ടാണ് നമ്മൾക്കെതിരെ ഇങ്ങനെ ചെയ്യുന്നത്. അത് അടിമയാക്കി കളയും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. ഇത് ചെറുതല്ല കേട്ടോ. ഇതൊരു വലിയൊരു കുരുക്കാണ്. ഈ കുരുക്കിൽ നിന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു പരിധി വിട്ട് നമ്മൾക്ക് മുന്നേറാൻ പറ്റുന്നില്ല. ഒരു പരിധി വിട്ട് ആത്മീയത്തിലും ഭൗതികത്തിലും ഒന്നും നമ്മൾക്ക് മുന്നേറാൻ പറ്റുന്നില്ല. നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കുന്നു, സൗന്ദര്യം ക്ഷയിക്കുന്നു, നമ്മളുടെ ശരീരം ശോഷിക്കുന്നു. ഇങ്ങനെയുള്ള പല വിധത്തിൽ ഇതെന്ത് ചെയ്യും? ഇത് കിടന്നുകൊണ്ട് ഇങ്ങനെ നമ്മൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ഇതിങ്ങനെ ഇതിൻ്റേതാക്കി മാറ്റും. ഈ ഒരു സ്പിരിറ്റിൻ്റെ അടിമയാക്കി മാറ്റും. അതുകൊണ്ട് നമ്മളുടെ എല്ലാ നന്മകളെയും ഇത് തടയും. എന്ന് വെച്ചാൽ വേറൊരു വ്യക്തിക്ക് നമ്മളോട് എന്ത് തോന്നരുത്? ഒരു കരുണ തോന്നരുത്. വേറൊരു വ്യക്തിക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നരുത്. അങ്ങനെയൊക്കെ വിധത്തിൽ ഇത് ഇതിൻ്റേതാക്കി തീർക്കും. അതിന് നമ്മളുടെ ശരീരത്തെ വിരൂപമാക്കും, നമ്മളുടെ സൗന്ദര്യം കുറച്ചു കളയും, നമ്മളുടെ നന്മകളെ ഇല്ലാതാക്കി, നമ്മളുടെ മൈൻഡിൻ്റെ ചിന്താമണ്ഡലത്തെയൊക്കെ പിടിച്ച് കുലുക്കി ഇത് വല്ലാതെ നമ്മളെ ഇങ്ങനെ കുരുക്കി നമ്മളെ വല്ലാതെ കുരുക്കിലാക്കി കളയുന്ന ഒരു സ്പിരിറ്റാണ് എന്ത് കൈവിഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഇതിനെ എങ്ങനെ പുറത്താക്കാം എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് പോവുകയാണ്. കാരണം നമ്മൾക്കറിയാം, എന്തും ഈ പൈശാചിക ശക്തികൾ, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായപ്പോൾ ദൈവം എന്തിനാണ് പ്രത്യക്ഷനായത്? ഈ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ. അപ്പോൾ ഇവൻ്റെ എത്ര വലിയ കുരുക്കാണെങ്കിലും അതിന് ഒരു പരിധി, ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞു കഴിയുമ്പോൾ, ഇന്ന് ആർക്കൊക്കെയോ ദൈവം വിടുതൽ തരും കേട്ടോ. ഇന്ന് അവർക്ക് ഒരു സമയം, അതിനൊരു സമയമുണ്ട്. ആ സമയം, കാരണം നിങ്ങൾ 3-4 സബ്ജക്റ്റ് വേറെ സംസാരിക്കാൻ വേണ്ടി എനിക്കിങ്ങനെ പ്രേരണ കിട്ടിയതാണ്. പക്ഷേ പെട്ടെന്നാണ് ദൈവം എനിക്ക് ഈ ഒരു ടോപ്പിക്കിലോട്ട് എന്നെ ചേഞ്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇന്നൊരു വിടുതലുണ്ട്. ഓക്കെ, നമ്മൾക്കെല്ലാവരും വിടുതലുണ്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കും ദൈവം ഇന്ന് തന്നെ എന്നെ കൊണ്ട് ഇത് സംസാരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുക? ഒരു പരിധി, ഇതിനൊരു സമയമുണ്ട്. ഈ പൈശാചിക മണ്ഡലങ്ങൾക്കൊക്കെ ജീവിതകാലം മുഴുവൻ അതിനെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ ആഗ്രഹിക്കുന്ന നമ്മളെ എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈം കഴിയുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ ടൈം കഴിയുമ്പോഴല്ല, ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ഇതിനെ. ദൈവം ഈ സമയം കുറിക്കുന്നത് ആർക്കാം? ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് ദൈവം അവരെ വിടുവിക്കുവാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? ദൈവം പ്രവർത്തിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആരും നിരാശപ്പെടേണ്ട. നമ്മൾ ദൈവം പ്രവർത്തിക്കാൻ, ദൈവത്തിൻ്റെ പ്രവർത്തിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഇനിയും നമ്മളുടെ ദൈവത്തിന് മാത്രമേ ഇതിനെ എന്ത് ചെയ്യത്തുള്ളൂ? ഇതിനെ പുറത്താക്കി കളയുവാൻ, അല്ലെങ്കിൽ ഇതിനെ നിർവീര്യമാക്കി കളയുവാൻ പറ്റത്തുള്ളൂ. പലതുമുണ്ട്. ഇന്ന് ചില അമ്പലങ്ങളിലുണ്ട് കൈവിഷം ഛർദ്ദിച്ച് കളയുന്നതുണ്ട്. അതുപോലെ പല ഉസ്താദുമാരുണ്ട്, അവർ പൊടി കൊടുത്ത് ഇതിനെയൊക്കെ എന്താ പറയുക ഛർദ്ദിച്ച് കളയിപ്പിക്കുന്നതുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ അതിലോട്ടൊന്നും അല്ല പോകുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയത്തുമില്ല. ഓക്കെ, അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് പരിചയമുള്ള, എനിക്ക് അറിവുള്ള, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദൈവത്തിന് എന്ത് പറ്റും? ഇതിനെയൊക്കെ തകർത്ത് കളയുവാനായിട്ട് പറ്റും. നമ്മളുടെ ദൈവത്തിന് മാത്രമേ പരിപൂർണമായിട്ട് ഇതിൻ്റെ അടിവേര് സഹിതം തകർത്ത് കളയാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇതിനെ എങ്ങനെ തകർത്ത് കളയാം എന്നുള്ളതിലോട്ട് ഞാൻ വരാം. അതിനു മുൻപേ ഇന്ന് പല പാസ്റ്റർമാരും ഈ ഒരു ട്രിക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൈവിഷം ഇളക്കുന്ന പാസ്റ്റർമാരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ടാകും, അവർക്ക് കൃപയുണ്ടാകും. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം കൂടി ഞാൻ പറയാം. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്ന സമയമാണ്. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. ഈ ആത്മീയ കോളത്തിൽ എന്ത് കേട്ടാലും വിശ്വസിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഹോസ്റ്റലുണ്ടായിരുന്നു. കേരളത്തിന് വെളിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഹോസ്റ്റലിലുണ്ടായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരത്തി എന്നോട് പറഞ്ഞു, അവൾക്ക് അറിയുന്ന ഒരു പാസ്റ്ററുണ്ട്,
അവരിങ്ങനെ കൈവിഷമൊക്കെ ഇങ്ങനെ ഇളക്കി കളയുന്ന പാസ്റ്ററാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ കാണും, ഈ സംഭവം കാണുമെന്ന് കരുതി ഈ പാസ്റ്ററിൻ്റെ അടുത്തുള്ള അഡ്രസ്സൊക്കെ തന്ന് ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു ദേവദാസന്, അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീട്ടിലോട്ടാണ് ഞാൻ പോയത്. അദ്ദേഹത്തിൻ്റെ വൈഫുമുണ്ട്, ഇദ്ദേഹവുമുണ്ട്, വൈഫിൻ്റെ അമ്മയുമുണ്ട്. ഓക്കെ, അപ്പോൾ പുനലൂരാണ് ദേവദാസൻ, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇദ്ദേഹവും ഭാര്യയും ഒക്കെ കൂടെ പ്രാർത്ഥിക്കുവാനിരുന്നു കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവരെന്താ ചെയ്തതെന്ന് പറയുക, കൈവിഷം അളക്കുവാനായിട്ട് തുടങ്ങും. എങ്ങനെയാണ് കൈവിഷം അളക്കുന്നതെന്ന് അറിയുമ്പോൾ പിന്നെ 1/2 ലിറ്റർ വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് വന്നു. വെളിച്ചെണ്ണയ്ക്കുള്ള പൈസയൊക്കെ ഞാൻ കൊടുത്തു. 1/2 ലിറ്റർ വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് വന്നു. ഓക്കെ, ഈ 1/2 ലിറ്റർ വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ 1/2 ലിറ്റർ വെളിച്ചെണ്ണ എന്നെ കൊണ്ട് കുടിപ്പിച്ചു എന്നുള്ളതാണ്. ഞാനാണെങ്കിൽ ഫാസ്റ്റിങ്ങോടെയൊക്കെയാണ് പോയത്. എൻ്റെ വയറ്റിൽ ചായയും വെള്ളമൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അന്നേരമാണ് ഈ 1/2 ലിറ്റർ വെളിച്ചെണ്ണ അങ്ങ് കുടിക്കുന്നത്. കുറച്ച് എന്ന് വെച്ചാൽ ആദ്യം 1 കപ്പ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ 1/2 കപ്പ്, അങ്ങനെയാണ് കുടിപ്പിച്ചത്. ഓക്കെ, അങ്ങനെ ഇതങ്ങ് കുടിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, പിന്നെ എനിക്കന്ന് ഛർദ്ദിക്കാൻ ഒരു ഏതാണ്ടൊക്കെ സിറ്റുവേഷനാണ്, പക്ഷേ ഛർദ്ദിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഇപ്പോൾ ചിലർക്ക് മുട്ടയിലായിരിക്കും ഇങ്ങനെ ഈ കൈവിഷം കലക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇറച്ചിക്കകത്തായിരിക്കും അത് കൈവിഷം ഉള്ളിലുണ്ടെങ്കിൽ അത് തന്നെ, അതായത് മുട്ട തന്നെ ഛർദ്ദിച്ച് കളയും, അല്ലെങ്കിൽ മീറ്റിനകത്താണെങ്കിൽ അതങ്ങനെ തന്നെ ഛർദ്ദിച്ച് കളയും എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ടേ ഉള്ളേ. അപ്പം അവിടെ ചെന്നു. ഇദ്ദേഹം വന്നിട്ട് എണ്ണ കുടിച്ചിട്ട് ഛർദ്ദി തുടങ്ങുന്നില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഭാര്യ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, രണ്ടുപേരും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, കുറേ വെള്ളം അങ്ങ് കുടിക്കുന്ന വെള്ളം കൊണ്ട് വെച്ചിട്ട് കുപ്പിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വെള്ളവും കൂടി അങ്ങ് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, ഞാൻ ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി. ഛർദ്ദിക്കുന്നതെന്ന് വെച്ചാൽ മുട്ടയും ഇറച്ചിയൊന്നുമല്ല ഛർദ്ദിക്കുന്നത്, ഈ എണ്ണയും വെള്ളവും കൂടെ തന്നെയാണ് ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ പൊന്നു, രാത്രി മുഴുവൻ ഛർദ്ദി, അത് കഴിഞ്ഞിട്ട് ലൂസ് മോഷൻ. എന്താണ് സംഭവം? ഈ എണ്ണയും വെള്ളവും കൂടി അങ്ങോട്ട് ചെന്നേക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മരിക്കാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം നമ്മളുടെ ഒന്നും വയറ്റിലോട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ലേ, 1/2 ലിറ്റർ എണ്ണ, കുറേ വെള്ളം, ഒരു 3-4 ലിറ്റർ വെള്ളമൊക്കെ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ വയറ്റിലോട്ടൊക്കെ ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഹെൽത്തിന് പ്രോബ്ലം വരുന്ന സംഗതികളാണ്. ഓക്കെ, അവിടെ കൊണ്ടുവന്നു ചുമ്മാ ഛർദ്ദിച്ച് കുറേ വെള്ളവും എണ്ണയൊക്കെ ഛർദ്ദിച്ച് കഴിഞ്ഞ് ലൂസ് മോഷനും ഉണ്ടായി അതല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. പിന്നെ അതേ പറ്റിയൊരു അബദ്ധം, പിന്നെ ഞാൻ അങ്ങനത്തെ പരിപാടിക്ക് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്, ഇതൊന്നും ഒരിക്കലും എന്താണ്, നമ്മൾ ഇങ്ങനത്തെ എണ്ണ കുടിച്ചത് കൊണ്ടോ വെള്ളം കുടിച്ചത് കൊണ്ടോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ആ എണ്ണയുടെ വെള്ളത്തിൽ, അത് നമ്മളിപ്പോൾ ചുമ്മാ എടുത്ത് കുറച്ച് വെള്ളവും കുറേ എണ്ണ ഇങ്ങനെ കുടിച്ചിട്ട് കുറേ വെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഛർദ്ദിക്കും. അത് കൈവിഷമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്, അതൊക്കെ ചുമ്മാ അവരുടെ അറിവില്ലായ്മകളാണ്. അവിടെ ഒന്നുമല്ല ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അതാ പറഞ്ഞ്, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും, അഭിഷേകം വരണം. അഭിഷേകം വന്നു കഴിയുമ്പോഴാണ് ഇത് തകർന്നു പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കണം. ദൈവമേ, എന്തെങ്കിലും ഇപ്പോൾ അല്ലെ നമ്മൾക്ക് അറിഞ്ഞുകൂടാ, എപ്പോഴും നമ്മളോട് പറയും പ്രാർത്ഥിച്ചിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ എന്നല്ലേ. അതെന്തിനാ, ഒന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ എവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഭക്ഷണത്തിനകത്ത് ഇവർ കലക്കി തരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. ഇന്ന് ചിരിച്ച് കാണിക്കുന്ന മുഖങ്ങളുടെ പുറകിൽ എന്താണെന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ അല്ലേ, നമ്മളങ്ങനെയല്ലേ ചെയ്യാറ്. പിന്നെ എന്താണ്, പിന്നെ രണ്ടാമത്തത് എന്താണ്, കൈവിഷത്തിന് മാത്രമല്ല ഫുഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. പിന്നെ എന്താണ്, ദൈവം നമ്മൾക്ക് ഭക്ഷണം തന്നു അല്ലേ, അതിന് ദൈവത്തിന് നന്ദി പറയും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കഴിക്കണം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന, ദൈവമേ, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെ, കുടിക്കുന്ന വെള്ളത്തെ, ശ്വസിക്കുന്ന വായുവിനെയൊക്കെ അവിടുന്ന് വിശദീകരിച്ച് വാഴ്ത്തി അനുഗ്രഹിച്ച് തരണമേ എന്ന് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഇനി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് വരാം. എങ്ങനെയാണ് നമ്മൾ ഈ കൈവിഷം നമ്മളുടെ വയറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നിർവീര്യമാക്കാം എന്നുള്ളതാണ്. നമ്മളുടെ ദൈവത്തിന് മാത്രമേ അതിന് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പിന്നെ എന്താണ്, ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയുമില്ല. ആ വചനങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് പറയുക. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ നാവിനും നീ കുറ്റം വിധിക്കുമെന്നുള്ളതൊക്കെ പറയുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, നമ്മളുടെ വയറിൽ തന്നെ കരം വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ എൻ്റെ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എനിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ അത് നിർവീര്യമാകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വയറിൽ
കൈവച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ തന്നെ പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിക്കുക. പിന്നെ അടുത്തത് എന്താണ്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന പാട്, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് വെള്ളം നമ്മൾ പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. വെള്ളം എടുത്തിട്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തമായി ഇത് മാറട്ടെ കർത്താവേ, അങ്ങ് ഈ വെള്ളത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ, ഇതിനെ ഒന്ന് അനുഗ്രഹിക്കണമേ, അങ്ങയുടെ ശക്തി ഇതിന്മേലൊന്ന് വ്യാപരിക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ശൂന്യതകളിൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇതിന്മേലൊന്നും പരിവർത്തിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൈവിഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അങ്ങ് അതിനെ ഒന്ന് നിർവീര്യമാക്കി പുറത്തെടുത്ത് കളയണമേ എന്ന് നമ്മൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഈ വെള്ളം ഒരു കുറച്ചധികം ദിവസങ്ങൾ നമ്മൾക്കൊരു റിലീഫായി എന്ന് തോന്നുന്നിടം വരെ നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കുടിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് അറിയാമോ, ഈ പ്രാർത്ഥന അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അഥവാ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനവിടെ ഇരിക്കുവാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇത് നമ്മൾക്ക് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തെങ്കിലും കർത്താവേ പൈശാചിക രോഗങ്ങൾ എന്നിലുണ്ടെങ്കിൽ അതെന്നെ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെ വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ വേറെ നഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും വെളുപ്പിന് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മളിങ്ങനെ വെള്ളം കുടിക്കുക. ഓക്കെ, പിന്നെ വയറിനെ കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, പിന്നെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ ഏതെങ്കിലും ഒക്കെ വിധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, പണ്ട് ഞാനൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാസ്റ്ററിനെതിരെ അവരുടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊരു സഹപാഠി കൈവിഷം കൊടുത്തതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുൻപിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളുടെ വിദ്യാഭ്യാസത്തെ തകർക്കാൻ ഇനി ഒക്കെയൊക്കെ പേരൻസ് അല്ലേ എന്ന് നമ്മൾ കണ്ടു, ന്യൂസുകളൊക്കെ കണ്ടു. എന്താണ് പിള്ളേർക്ക് വിഷം കൊടുത്ത പേരൻസിനെ വരെ നമ്മൾ കണ്ടു അല്ലേ. ഒരു കൊച്ചിന് ജ്യൂസിനകത്ത് വിഷം കലക്കി കൊടുത്തു, ആ കൊച്ചു ക്ലാസ്സിൽ ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠനത്തിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പുറത്തെടുത്ത് കളയാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. കാരണം എന്താണ്, നമ്മൾ ദോഷം അങ്ങോട്ട് ചെയ്തതല്ല, നമ്മൾക്ക് ഇങ്ങോട്ട് ദോഷം ചെയ്തത്. എന്തിനു ചെയ്തത്? അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളുടെ ജീവിതം വെച്ച് അവർ കടിച്ചതാണ്. നമ്മുടെ ദൈവം വെറുതെ ഇരിക്കുമോ? വെറുതെ ഇരിക്കത്തില്ല കേട്ടോ. നമ്മളുടെ ദൈവം നമ്മളുടെ പിതാവാണ്. നമ്മൾ ബുദ്ധിമുട്ടുന്നത് നമ്മളുടെ ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെയൊക്കെയുള്ളൊരു വിഷമഘട്ടത്തിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. മുറിവൈദ്യന്മാരെ തേടി പോകരുത്, ഇതുപോലത്തെ പാസ്റ്റർമാരെ തേടി പോകരുത്. അത് നമ്മൾക്ക് ദോഷം ചെയ്യത്തേ ഉള്ളൂ. ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് കഴിയുമ്പോൾ മാത്രമേ ഇതൊക്കെ പുറത്തോട്ട് പോവുകയും ഇത് നിർവീര്യമാകത്തും ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.